പെരുന്നാളിന് ലീവായിട്ട് വീട്ടിലെത്തിയതാണ്. വൈകുന്നേരം ആയപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. വീട്ടിലാണെങ്കിൽ ആർക്കും ചായ ഉണ്ടാക്കാനുള്ള ഒരു മൂഡില്ല. എന്നാ പിന്നെ എങ്ങനെ ആവട്ടെ, നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ്. 3 പെൺകുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിലും ഞാനാണ് ആൺകുട്ടി എന്നാണ് വെപ്പ്. കാരണം കടയിൽ പോകണമെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിലും പണ്ട് അച്ഛനൊരു കട ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഇരിക്കാനും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പൊ ഇന്ന് കടയിൽ പോകാനും ഈ കുട്ടികളൊപ്പം വിട്ടിരിക്കുന്നത് എന്നെ തന്നെയാണ്. ആദ്യം ശ്രീകുട്ടിയാണ് എന്റെ കൂടെ ഉള്ളത്. സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വെയിൽ നന്നായി കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതിന്റേതായ ഒരു ചൂടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നടത്തത്തിന് വലിയ സ്പീഡൊന്നുമില്ല. പോരാത്തതിന് തോട്ടിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മീനിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാണ്ട്. അത് നോക്കിയിട്ടും കണ്ട ചെടിയും വള്ളിപ്പറമ്പൊക്കെ വലിച്ചു പറിച്ചിട്ട് ഇതൊക്കെ നടന്നു പോണേ ഉള്ളൂ. പിന്നത്തെ സംശയം എന്താ വെച്ചാൽ എന്ത് വാങ്ങുന്നുള്ളതാണ്. ഇവിടെയുള്ള ചായക്കട എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു എന്നല്ല കേട്ടോ, പണ്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി ആളുകൾ മാറിയിട്ട് ഇപ്പൊ ഒരെണ്ണം പുതിയത് തുറന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ ഉണ്ടാവുക, എന്ത് വാങ്ങുക എന്നുള്ള പ്രത്യേകിച്ചുള്ള ലിസ്റ്റ് ഒന്നുമില്ല. വാങ്ങാൻ പോണത് ഞങ്ങൾ 3 ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോളാനാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത്. പറഞ്ഞ നമ്മൾ കടയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ചായക്കട ഉള്ളത്. ഇനിയിപ്പോ പോയിട്ട് അവിടെയുള്ള മൊത്തം സാധനത്തിന്റെ കണക്കെടുപ്പ് നടത്തിയിട്ട് എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണല്ലോ നമുക്കത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ചായയുടെ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള കടികൾ ഉണ്ട്. പരിപ്പോടുണ്ട്, അതേപോലെ തന്നെ ബജി ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു. എല്ലാത്തിനും നമ്മൾ കുറേശ്ശെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു ബക്കറ്റ് നിറച്ചും പപ്പടോടെ ഇരിക്കുന്നുണ്ട്. എന്നാലും വീട്ടിലുള്ളവരിനെ എല്ലാവരും കൂട്ടി ഏകദേശം ഒരു 7-8 പേരുണ്ട്. എന്തായാലും എല്ലാവർക്കും കൂടിയിട്ട് അത്രയും വാങ്ങണ്ടല്ലോ. എല്ലാത്തിനും കുറേശ്ശെ ആയിട്ട് ഞങ്ങൾ കവറങ്ങോട്ട് നിറച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ പിന്നെ വാങ്ങാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ 2 ആൾക്ക് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഏട്ടന്റെ അച്ഛന്റെ കടയാണ് കേട്ടോ. അവിടെ കയറിയിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ അവിടെയുള്ള എല്ലാ മിഠായി കുട്ടികളും പൊക്കി നോക്കിയിട്ട് ഇത് വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒന്നുമ്പോ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആളെല്ലാം ഓരോ മിഠായി വാങ്ങിയിട്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആളും കൂടി ഉണ്ടല്ലോ. 2 കവർ നിങ്ങൾ നിറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീട്ടിൽ നിന്ന് കടയ്ക്ക് നടക്കുമ്പോൾ ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു പോകുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം അവിടെ എത്തിക്കഴിഞ്ഞ് ചായ കുടിക്കും വേണം, പോരാത്തന്നെ 2 പേർക്കും മിഠായും കിട്ടിയിട്ടുണ്ട്.